പ്രസ് സ്റ്റോപ്പുമായി നമുക്കൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നിലമ്പൂരിലെ വിശേഷം തന്നെയാണ് കേരളത്തിലെ വലിയ വിശേഷം. പത്രത്തിൽ എന്തൊക്കെയാണ്? തീർച്ചയായും ഞാൻ വേഗം കടക്കുന്നു. നിരവധി വാർത്തകളുള്ള ദിനമാണ്, ഒപ്പം വായനാ ദിനം കൂടിയാണെന്ന്. പത്രം വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ പ്രേക്ഷകർക്ക് വായനാ ദിന ആശംസകൾ പറയാതെ പ്രസ് സ്റ്റോപ്പ് തുടങ്ങാനാകില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം, പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കിയ ട്രംപ്, CPM-ൻ്റെ RSS ബന്ധം, അങ്ങനെ പോകുന്നു പത്രങ്ങളുടെ വാർത്താ ദിനം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മുടെ സാധാരണഗതിയിൽ പ്രസ് സ്റ്റോപ്പിൻ്റെ രൂപത്തിൽ തലക്കെട്ടുകളിലൂടെ വാർത്തകളിലേക്ക്. യുദ്ധം തുടങ്ങി എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലെ തലക്കെട്ട്. ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി അമേരിക്ക എന്നുള്ളതാണ് ദീപികയുടെ തലക്കെട്ട്. അങ്ങനെയാണ്. കീഴടങ്ങില്ല, തൊട്ടാൽ അമേരിക്കയെ തട്ടുമെന്നാണ് മംഗളത്തിൻ്റെ ഹെഡിങ്. ട്രംപിൻ്റെ ഭീഷണി തള്ളി ഇറാൻ, കീഴടങ്ങില്ല എന്നും കൂടി മാധ്യമം ഉറപ്പിച്ച് പറയുന്നു. ആളി കത്തിക്കാൻ US കീഴടങ്ങില്ലെന്ന് ഇറാൻ. ഈ ഇറാനെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് എല്ലാവരും വാർത്തകൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതെല്ലാം എടുത്തു പോകും. ദേശാഭിമാനിയാണ് കീഴടങ്ങില്ല ഇറാൻ, ആളി കത്തിക്കാൻ US എന്നൊരു നിലപാട് ദേശാഭിമാനിക്കുണ്ട്. ഇനി നമുക്ക് വേഗം മാതൃഭൂമിയും മനോരമയും. സാധാരണഗതി നമ്മൾ എല്ലാ പത്രങ്ങളും ഒന്ന് ഓടിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ പത്രങ്ങളുടെ തലക്കെട്ടുകൾ വായിച്ചാൽ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. അത് ഞാൻ വളരെ വിശദമാക്കുന്നില്ല. വേഗം യുദ്ധത്തിലേക്ക് തന്നെ പോകാം. ഭീഷണി വേണ്ട എന്നാണ്, അത് ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. US-ന് ഖമനേയിയുടെ മറുപടിയാണ്. ഭീഷണി വേണ്ട, അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ വേണ്ടെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ്. അങ്ങനെയാണ് മനോരമയുടെ ഒന്നാം പേജിൽ തലക്കെട്ട് ആരംഭിക്കുന്നത്. ഇറാനിൽ 40 കേന്ദ്രങ്ങളിൽ ഇസ്രായേലിൻ്റെ ബോംബിംഗ് ഉണ്ടെന്നും ടെൽ അവീവിലേക്ക് ഇറാൻ്റെ മിസൈൽ ഉണ്ടെന്നും മനോരമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരല്ല, ഓപ്പറേഷൻ സിന്ധു 110 പേർ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഇറാൻ ദൗത്യമാണ്, ഇറാനിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു എന്നുള്ളത്. ഇന്ത്യയിലേക്ക് 110 പേർ തിരിച്ചെത്തുന്ന വാർത്ത കൂടി മനോരമ ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. മാതൃഭൂമിയും ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഈ യുദ്ധസമാനമായ അന്തരീക്ഷം, അല്ലെങ്കിൽ ഏതാണ്ട് യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞു, പക്ഷേ ഒരു പടി കൂടി കടന്ന് മാതൃഭൂമി ഇസ്രായേൽ ഇറാൻ വ്യോമയുദ്ധം വാക്കുകൾ കൊണ്ടുള്ള അംഗം എന്നാണ് മാതൃഭൂമി പറയുന്നത്. കീഴടങ്ങണമെന്ന ട്രംപിൻ്റെ ശാസന വകവെക്കാതെ ഖമനേയി എന്നുകൂടി പറയുന്നുണ്ട്. ആക്രമണം തുടരുന്നു. ഇറാൻ എന്ന രാഷ്ട്രത്തെയും അതിൻ്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിമാന്മാർ ഒരിക്കലും ഭീഷണിയുടെ ഭാഷയിൽ ഈ രാജ്യത്തോട് സംസാരിക്കില്ല. ഖമനേയി ഇന്നലെ വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. ഒപ്പം തന്നെ അപ്പുറത്ത് ട്രംപും പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം. അതായത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ട്രംപിനെ അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനോട് നിങ്ങൾ ഈ പരിപാടി നിർത്തണമെന്ന്. പക്ഷേ ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുന്നു എന്നുകൂടി മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും ഇത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ മറ്റു ചില പത്രങ്ങൾ നമുക്കറിയാം, ഈ ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇന്നലെ നടത്തിയ ചില കൂടിക്കാഴ്ചകൾ, വിരുന്നുകൾ, അത് മനോരമയിൽ നിന്ന് തുടങ്ങാം. എല്ലാ പത്രങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. പാക് സൈനിക മേധാവിക്ക് ട്രംപ് വിരുന്ന് കൊടുത്തു, അതാണ് പ്രധാനപ്പെട്ട സംഭവം. അതിൽ വെടിനിർത്തൽ മധ്യസ്ഥതയില്ല. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ അയക്കുന്നു, കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുന്ന ഏറ്റുമുട്ടൽ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പോകുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ആ വെടിനിർത്തലിന് കാരണക്കാരൻ, അല്ലെങ്കിൽ വെടിനിർത്തൽ നിർദ്ദേശിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. ഇന്ത്യ അത് എല്ലാ ദിവസവും നിഷേധിക്കുന്നുണ്ട്, ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ട്രംപ് പാക് സൈനിക മേധാവിക്ക് അസിം മുനീറിന് വിരുന്ന് കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമോ എന്ന് ട്രംപ് മോദിയെ ക്ഷണിക്കുന്നുണ്ട്. മോദി പറയുന്നു ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വാർത്തകൾ സമഗ്രമായും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. വെടിനിർത്തലിൽ മധ്യസ്ഥതയില്ല, ഇനി സ്വീകരിക്കുകയുമില്ല. ഇത് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ചർച്ച ഫോൺ വഴിയാണ്. മോദിയും ട്രംപും കൂടി ഇന്നലെ ഫോൺ സംസാരിച്ചിരുന്നു. ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ മോദിയോട് ട്രംപ് ചോദിച്ചിരുന്നു. കാനഡയിൽ നിന്ന് മടങ്ങും വഴി അമേരിക്കയിൽ കയറാനാണ് ചോദിച്ചത്. പക്ഷേ മോദി അക്കാര്യം നിഷേധിച്ചത് മാത്രമല്ല, മോദി പറയുന്നുണ്ട് വെടിനിർത്തൽ മധ്യസ്ഥത ഇല്ല, നിങ്ങളല്ല മധ്യസ്ഥത, ഞങ്ങൾ തന്നെ തീരുമാനിച്ച കാര്യമാണെന്ന് മോദി പറയുന്നുണ്ട്. എന്തായാലും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. 9-ാം പേജിലേക്ക് പോയാൽ മനോരമയുടെ 9-ാം പേജിൽ അത് വളരെ വിശദമായി ട്രംപ് വിളമ്പി ഇന്ത്യ വിളറി എന്നുള്ളതാണ്. അതായത് പാക് സൈനിക മേധാവിക്ക് ട്രംപിൻ്റെ ഉച്ചവിരുന്ന് എന്നുള്ളത് അസാധാരണമായ നീക്കമാണ്. ആ അസാധാരണമായ നീക്കവുമായി ബന്ധപ്പെട്ട് ട്രംപ് വിളമ്പിയത് അസിം മുനീറിനാണ്. ഇന്ത്യ വിളറി. സ്വാഭാവികമായും പാക് സൈനിക മേധാവിക്ക് ട്രംപ് ഒരു സ്വീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ക്ഷീണമാണ്, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് ക്ഷീണമാണ്, ഇന്ത്യയുടെ നിലപാടുകൾക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് ആ ക്ഷീണത്തെ വാഷിങ്ടണിലേക്കുള്ള ക്ഷണം മോദി നിരസിച്ചതോടെ ആ വലിയ നാണക്കേട് ഒഴിവായി. സ്വാഭാവികമായും അസിം മുനീർ അവിടെ ഉള്ളപ്പോൾ മോദി കൂടി അവിടെ പോയാൽ വലിയ നാണക്കേട് ഇന്ത്യക്ക് ഉണ്ടാകും. അത്
പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. വാക്കംഗമെന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിനെ ഹെഡിങ്ങിനെ മാതൃഭൂമി നൽകുമ്പോൾ മാതൃഭൂമി ട്രംപ് അംഗം എന്നാണ് ഈ വാർത്തയ്ക്ക് നൽകുന്നത്. ഈ രണ്ട് വാർത്തയും മാതൃഭൂമി ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ വിരുന്ന്, ട്രംപ് അംഗം എന്നാണ് പറയുന്നത്. ട്രംപ് എന്തായാലും അവിടെയും അംഗത്തിനാണ്, ഇവിടെയും അംഗത്തിനാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലും അയാളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും ട്രംപ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മോദിയുടെ വാക്ക് അവഗണിച്ച ട്രംപ് എന്നുകൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലെ പ്രതികരണം. അതും മാതൃഭൂമി നൽകുന്നുണ്ട്. സ്വാഭാവികമാണ്. അസിം മുനീറിന് ട്രംപ് സ്വീകരണം നൽകുന്നു, വിളമ്പുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ക്ഷീണമാണ്. ഇന്ത്യയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് ക്ഷീണമാണ് എന്നുകൂടി മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. ഇനി വേഗം നിലമ്പൂരിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്, പോളിംഗ് പുരോഗമിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി, അല്ലെങ്കിൽ ചർച്ചയല്ല, ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നു. അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം പിന്നെ രാവിലെ ഇന്നലെ മാധ്യമങ്ങളെ കാണുന്നു, അവസാനം വൈകിട്ട് മുഖ്യമന്ത്രി വരെ മാധ്യമങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് അതെത്തി. അത് RSS ബന്ധമാണ്, CPM-ൻ്റെ RSS ബന്ധമാണ്. മാതൃഭൂമി അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. തിരുത്തലിലും തീർന്നില്ല ഒറ്റപ്പെട്ട് ഗോവിന്ദൻ എന്നാണ്. മുഖ്യമന്ത്രിയും CPI-യും അദ്ദേഹത്തെ MV ഗോവിന്ദനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുത്തലിലും തീർന്നിട്ടില്ല ഒറ്റപ്പെട്ട് ഗോവിന്ദൻ എന്നാണ് മാതൃഭൂമിയുടെ ഹെഡിങ്. നിലമ്പൂർ ഇന്ന് വിധി എഴുതും എന്നുകൂടി, നിലമ്പൂർ വാർത്തയ്ക്കുള്ളിലാണ് ഈ വാർത്ത കൂടിയെന്ന് നമ്മൾ കാണേണ്ടി വരും. മനോരമ അത് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ്: സ്വയം തിരുത്തി ഗോവിന്ദൻ. ഇവിടെ തിരുത്തലിലും തീർന്നില്ല എന്ന് പറയുമ്പോൾ സ്വയം തിരുത്തി ഗോവിന്ദൻ, വീണ്ടും തിരുത്തി പിണറായി എന്നാണ് മനോരമയുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അത് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം എന്നുകൂടി ആവർത്തിക്കുന്നുണ്ട് മനോരമ. സ്വാഭാവികമായും ഈ പത്രങ്ങളൊക്കെ ഇത് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഓർക്കേണ്ടതായിരുന്നു എന്ന സൂചനയാണ് പത്രങ്ങൾ നൽകുന്നത്. എന്തായാലും പിണറായി വിജയൻ വൈകിട്ട് 6 മണിക്ക് വന്ന് പറഞ്ഞുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് CPM-കാർ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാണെന്ന് ജന്മഭൂമി പറയുന്നു. RSS ബന്ധമാണ്, CPM-ൽ ഭിന്നതയാണ്, ജന്മഭൂമിയാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിൽ. അപ്പോൾ ജന്മഭൂമി ഉദ്ദേശിക്കുന്നത് പാർട്ടി സെക്രട്ടറി ഇപ്പോഴും RSS ബന്ധത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് വേറെയാണെന്ന് അദ്ദേഹം ഇന്നലെ വളരെ പരസ്യമായി പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചാണ് കോൺഗ്രസിനെയും BJP-യും RSS-നെയും കടന്നാക്രമിച്ചത്. അതുമാത്രമല്ല, വീക്ഷണത്തിലേക്ക് പോയാൽ വീക്ഷണം പൂച്ച് പുറത്ത് തല താഴ്ത്തി CPM എന്നാണ്. ഈ വാർത്തയ്ക്ക് ഞാൻ ഈ 3 പത്രങ്ങളും എടുക്കാനുള്ള കാരണം സ്വാഭാവികമായും എല്ലാ പക്ഷത്തും RSS-മായി ബന്ധപ്പെട്ട് ജന്മഭൂമിയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വീക്ഷണവും CPM-മായി ബന്ധപ്പെട്ട് ദേശാഭിമാനി നമ്മുടെ മുന്നിലുണ്ട്. ജന്മഭൂമിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. വീക്ഷണം പറയുന്നത് തല താഴ്ത്തി CPM, പൂച്ച് പുറത്ത്. നിലമ്പൂരിൽ RSS-ൻ്റെ വോട്ട് ഉറപ്പിക്കാൻ ശ്രമം എന്നാണ് വീക്ഷണം പറയുന്നത്. എന്തായാലും വീക്ഷണത്തിൻ്റെ നിലപാട് അങ്ങനെയാണ്. ദേശാഭിമാനി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് വേഗം ഒന്ന് നോക്കിപ്പോകാം. ദേശാഭിമാനി സ്വാഭാവികമായും സെക്രട്ടറിക്കൊപ്പമോ പിണറായിക്കൊപ്പമോ രണ്ടുപേർക്കൊപ്പമോ നിൽക്കാനേ സാധ്യതയുള്ളൂ. RSS ബാന്ധവം കോൺഗ്രസിന്, ഇത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അങ്ങനെ 3 പത്രങ്ങളും വളരെ വിശദമായി അവരവരുടെ നിലപാട് സാധൂകരിക്കാൻ, സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. RSS ബന്ധം CPM-ൻ്റെ ചരിത്രത്തിലേ ഇല്ല എന്ന് സെക്രട്ടറി പറഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും ഒപ്പം ചേർത്തുകൊണ്ടാണ് RSS-മായി ഇന്നലെയും ഇന്നും നാളെയും യോജിപ്പില്ല എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. ജനസംഘവുമായി കൈകോർത്ത് കോൺഗ്രസ് ആണെന്നും പിണറായി വിജയൻ പറയുന്ന വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ വളരെ നന്നായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ രാഷ്ട്രീയ പത്രങ്ങളെല്ലാവരും വളരെ വിശദമായി തന്നെ ആ വാർത്തയെ അവരവരുടെ നിലപാടിനെ സാധൂകരിക്കാൻ, സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് വേഗം പോയി വരാം. നമുക്കറിയാം, ദേശീയപാതകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ടോൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വിഷമവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ടോളിനൊരു പരിഹാരം എന്ന രൂപത്തിൽ ചെറിയ രീതിയിൽ ചെറിയ ആശ്വാസം എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് ചില പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ വാർത്തയെ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. 3000 രൂപയ്ക്ക് ഒരു വാർഷിക ഫീസ് എടുത്താൽ 200 യാത്രകൾ അത് ചെയ്യാമെന്നുള്ളതാണ് ഓഫർ. അത് ഈ ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൽ വരും. പക്ഷേ വാർത്തയൊക്കെ വളരെ നല്ല വാർത്തയാണ്, നമുക്കൊക്കെ ആശ്വാസമുള്ള വാർത്തയാണ്. പക്ഷേ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്നുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും ആ പ്രശ്നങ്ങളിലേക്ക് വളരെ വിശദമായി പോകാൻ ശ്രമിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നല്ല നടപടിയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഫാസ്ടാഗിൽ വാർഷിക പാസ് ഓഗസ്റ്റ് 15 മുതൽ ശരാശരി ഒരു 15 രൂപ മാത്രമേ ഒരാൾക്ക് ഒരു യാത്രയിൽ ഈടാകുള്ളൂ എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ തൃശ്ശൂർ പാലിയേക്കരയിലെല്ലാം ഏതാണ്ട് 90 രൂപ വരെയാണ് സിംഗിൾ വേക്ക് ഈടാക്കുന്നത്. ഞാൻ ആ വാർത്തയിലേക്ക് വേഗം പോകാം. വാർഷിക പാസ് നടപ്പാക്കുന്നത് ഏത് തരത്തിലാകുമെന്നതിൽ ഒട്ടേറെ സംശയങ്ങൾ ബാക്കിയാണ്. ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ടോൾ ബൂത്തിൽ മാത്രമാണോ ഇത് ബാധകമാകുമെന്നതിൽ വ്യക്തതയില്ല. ഒരു മുഴുവൻ യാത്ര എന്നതുകൊണ്ട് ഇരുവശത്തേക്കുള്ള യാത്രയാണോ എന്ന് സംശയമുണ്ട്. ഒരേ പാതയിൽ വിവിധ ടോളുകൾ, ഇവിടെ കുമ്പളത്ത് 50 രൂപയാണ്, പാലിയേക്കരയിൽ 90 രൂപയാണ്. അങ്ങനെ ഒരേ പാതയിൽ വിവിധ രീതിയിലാണ് നിരക്ക് ഈടാക്കുന്നത്. ഇക്കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 3000 രൂപ എടുത്താൽ ഒരു വർഷം ഉപയോഗിക്കാം, 200 യാത്രകൾ ചെയ്യാമെന്നുള്ള ഓഫർ നല്ലതാണ്. പക്ഷേ ആ ഓഫർ സാധാരണഗതിയിൽ മറ്റുള്ളവർ കൊടുക്കുന്ന ഓഫർ പോലെ നാട്ടുകാരെ പറ്റിക്കുന്ന ഓഫറാണോ എന്ന കാര്യമാണ്. മാതൃഭൂമി ആ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. എല്ലാ പത്രങ്ങളും ആ വാർത്ത നന്നായി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കൾക്ക് മാത്രമാണ്. അതായത് പെട്രോളും ഡീസലും അല്ലെങ്കിൽ ഗ്യാസ് ഇന്ധനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പെട്രോൾ പമ്പിൽ കയറി ഡീസലോ അല്ലെങ്കിൽ അവിടെ ശുചിമുറി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വാർത്ത എല്ലാ പത്രങ്ങളും ആ വാർത്ത നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. മനോരമയ്ക്ക് അത് 1-ാം പേജിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ സിംഗിൾ കോളത്തിൽ. പക്ഷേ മാതൃഭൂമിക്ക് അത് 1-ാം പേജിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മറ്റ് പത്രങ്ങളെല്ലാവരും, കാരണം അതൊരു വലിയ സ്വാഭാവികമായി ആളുകളെ, സ്ത്രീകളെ, കുട്ടികളെ, പ്രായമായവരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഹൈവേകളിൽ മറ്റ് ശുചിമുറികളില്ലാത്തൊരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ആ കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത് എന്ന ചോദ്യം ആരും ചോദിച്ചില്ല. പക്ഷേ എന്നാലും ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, കേരളകൗമുദി ഒരു വാർത്ത കൂടി, ഞാനൊരു വാർത്ത കൂടി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. എല്ലാ പത്രങ്ങളും ഈ ഇറാനും നിലമ്പൂരും ഒക്കെ, അല്ലെങ്കിൽ RSS CPM ബന്ധവും അതിനെ വിമർശിച്ചതും അല്ലെങ്കിൽ അതിന് നിലപാട് പറഞ്ഞതും ഒക്കെ പറയുമ്പോൾ കേരളകൗമുദി എടുത്തൊരു നിലപാട് വളരെ വ്യത്യസ്തമാണ്. വിമാന ദുരന്തം അട്ടിമറിയോ എന്നുള്ളതാണ് കേരളകൗമുദി 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതൊരു വലിയ ചോദ്യമാണ്. ആരും ആ വാർത്തയിലേക്ക് പോയിട്ടില്ല. ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ പലരും ഈ വാർത്തയിൽ തൊടാൻ ശ്രമിച്ചു. പക്ഷേ തൊട്ടാൽ പൊള്ളുമെന്നുള്ളതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ കേരളകൗമുദി സധൈര്യം MP പ്രദീപ് കുമാറിൻ്റെ ബയലിനിൽ വിമാന ദുരന്തം അട്ടിമറിയോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മെയിൻ്റനൻസ്, ഗ്രൗണ്ട് ജീവനക്കാരെല്ലാം സംശയ നിലയിലാണ്. ഇന്നലെ DGCയുടെ വക ചോദ്യം ചെയ്യലുണ്ടായിരുന്നു എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്നായിരിക്കാം ഈ വാർത്ത ഉണ്ടാക്കിയതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതാണ്. മറ്റൊരു കാര്യം കൂടി മാതൃഭൂമി 5-ാം പേജിൽ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജഡത്തിൽ ഉരുകിപ്പിടിച്ച നൂല് വരെ തിരിച്ചു നൽകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളി ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ നോഡൽ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് അരവിന്ദ് വിജയൻ. ഈ മൃതദേഹങ്ങൾ തിരിച്ചു നൽകുന്നത്, ആളുകളുടെ വിവരങ്ങൾ നൽകുന്നതൊക്കെ ഒരു മലയാളി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ജഡത്തിൽ ഉരുകിപ്പിടിച്ച നൂല് വരെ തിരിച്ചു നൽകാൻ തയ്യാറാണ്, നൽകും എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. ആർക്കും ആശങ്ക വേണ്ട, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശങ്ക വേണ്ട, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് മാതൃഭൂമി ചെയ്യുന്നത്. മറ്റാരും ആ വാർത്ത തൊട്ടിട്ടില്ല എന്ന് വേണം കാണാൻ. ഈ ഉദ്യോഗസ്ഥനെ ഒരുപക്ഷെ മലയാളി ആയതുകൊണ്ട് മലയാളി പത്രങ്ങൾക്കൊക്കെ എടുക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. വേഗം അവസാനിപ്പിക്കുകയാണ് പ്രശ്നം. സേതു. ഓക്കെ ശ്രീജിത്ത്.